ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാംഗോ ഐസ്ക്രീമാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക കേട്ടോ. എങ്ങനെയാണ് നല്ല കിടിലൻ ടേസ്റ്റിൽ മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കാൻ നോക്കുക. അതിനായിട്ട് ഞാൻ അൽഫോൺസോ മാംഗോ അല്ലേ, നല്ല പഴുത്ത ഏത് മാംഗോയിലും കുഴപ്പമില്ല കേട്ടോ. ഇത് അൽഫോൺസോ മാംഗോ നല്ല മധുരമുള്ള മാംഗോ തന്നെയാണ്. അപ്പോൾ ഏത് പഴുത്ത മാങ്ങ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് എടുക്കാം കേട്ടോ. ഇനി അപ്പോൾ അതാ പീരത വെച്ചിട്ടാണ് അതിൻ്റെ തൊലിയൊക്കെ എടുക്കുന്നത്. കത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഞാൻ ആ തൊലികളൊക്കെ 3 എണ്ണത്തിന് തൊലി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അത് വേണ്ട എന്താ വെച്ചാൽ ഇതൊക്കെ പീസാക്കി എടുക്കണം. കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കി എടുക്കുക കേട്ടോ. ചെറുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്യാൻ നോക്കുക, വലിയ പീസാക്കണ്ട, ചെറുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇതേപോലെ അരിഞ്ഞ് ചെറിയ പീസാക്കി കൊടുക്കുന്നുട്ടോ. അതേപോലെ ചെറിയ പീസാക്കി കൊടുത്താൽ മതി കേട്ടോ. അത് കുറച്ച് വലുതായാലും കുഴപ്പമൊന്നുമില്ല, ഇത് ചെറുതാക്കിയാണെങ്കിൽ അത്രയും നല്ലത്. ഇപ്പോൾ കട്ട് ചെയ്തിട്ട് എല്ലാ പീസും ചെറുതാക്കി, ഞാൻ എല്ലാം ഫുൾ ഇങ്ങനെ അരിയുന്നത് ഞാൻ കാണിക്കുന്നില്ല, നിങ്ങളിപ്പോൾ അതൊക്കെ സ്കിപ്പ് ചെയ്ത് വിടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുൾ അരിയുന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് ആദ്യത്തെ മാങ്ങ മാത്രം അരിയുന്ന കട്ട് ചെയ്താൽ ഫുൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ പിടിച്ചിട്ട് മിക്സിയുടെ ജാർ എടുക്കുക. ഈ ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങല്ല, ആ മാങ്ങ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ മാങ്ങ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പാൽപ്പൊടിയാണ്. ഈ പാൽപ്പൊടി ഒരു 6 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. കാരണം 3 മാങ്ങ ഉണ്ടല്ലോ, അപ്പോൾ 6 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കുറച്ച് മാങ്ങ നല്ല മധുരം ഉണ്ടാവും. എന്നാലും ഐസ്ക്രീം ആകുമ്പോൾ നല്ല മധുരം വേണ്ടേ. ഐസ്ക്രീം ആയി വരുമ്പോൾ കുറച്ച് മധുരം കുറവാണെങ്കിലോ, അപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ഐസ്ക്രീം ആകുമ്പോൾ കുറച്ച് മധുരം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അതിന് ശേഷം കുറച്ച് വെള്ളം ഇട്ടാൽ, തുള്ളി വെള്ളമാണ്, കൂടുതൽ തുള്ളി വെള്ളം കൂടി പോകരുത്, അപ്പോൾ അത് ജ്യൂസായി മാറും. തുള്ളി വെള്ളം, കാരണം ഒന്ന് മാങ്ങ തരും കുറച്ച് തിക്കാവും, അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇതാവാൻ വേണ്ടിയിട്ടാണ് തുള്ളി വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. 2 ടേബിൾ സ്പൂൺ വെള്ളം അത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിത് അരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അരച്ച് കൊടുന്ന മാംഗോ മിക്സ് ഇവിടെ ഉണ്ട്. ഇനി നമുക്കൊരു നല്ല ടോപ്പ് നല്ല ടൈറ്റിലൊരു കണ്ടെയ്നർ എടുക്കുക. ഏത് ബോക്സ് വേണമെങ്കിലും അങ്ങനത്തെ വേണമെങ്കിലും എടുക്കുക. നല്ല അതിൻ്റെ ടോപ്പ് നല്ല ടൈറ്റ് ആയിരിക്കണം, മാത്രം ലൂസിലുള്ള ടോപ്പാണെന്നല്ല, നല്ല ടൈറ്റ് ആയിട്ടുള്ള അടച്ചു വെച്ച് നല്ല ടൈറ്റിലിരിക്കുന്ന ഒരു ബോക്സ്. അത് ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഞാൻ അപ്പോൾ ഇതേപോലത്തെ ഒന്ന് എടുത്തിട്ടുണ്ട്. അത് മാംഗോൻ്റെ മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. സ്പൂൺ വെച്ച് ജസ്റ്റ് ഇതുപോലെ, അല്ലെങ്കിൽ നമ്മൾ ഒഴിച്ചതിൻ്റെ ആ ഒരു ഇതിലല്ലേ ഉണ്ടാവുക, അത് ലെവലാക്കാൻ വേണ്ടി ഒഴിച്ച് കൊടുത്ത് അതിന് ശേഷം കുറച്ച് മാംഗോൻ്റെ പീസസ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലായിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് മാംഗോ ഐസ്ക്രീം കഴിക്കുമ്പോൾ അത് മാങ്ങനെ കടിക്കുമ്പോൾ രസമാണ്. ഓപ്ഷനിലാണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഞാനതിട്ട് കൊടുത്ത് അതിന് ശേഷം നന്നായിട്ട് അമർത്തി അടച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്കൊരു 8 മണിക്കൂറോളം വെക്കും. 9 ആയാലും കുഴപ്പമില്ല, 8 മണിക്കൂർ വെക്കും. ഞാൻ 8 മണിക്കൂറാണ് വെച്ചിട്ടെടുത്തത്. 8 മണിക്കൂറിന് ശേഷം ഞാൻ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ട്. കുട്ടികളുടെ വീടാണെങ്കിൽ അതിനൊന്നും അവർ സമയം തരില്ല. ഇത് ഓരോ മണിക്കൂർ കൂടുമ്പോൾ അവർ ചോദിച്ച് വരുന്നു, ആയോ ചോദിച്ചിട്ട്. ഫ്രിഡ്ജിൻ്റെ അവിടെ തന്നെ നമ്മൾ പോയി നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ അവർ അതിൽ നിൽക്കും. കുട്ടികളിലാകുമ്പോൾ പിന്നെ അത് കണ്ടാൽ പിന്നെ അവർക്ക് പെട്ടെന്ന് വേണ്ടി വരുമല്ലോ. പിന്നെ അത് 8 മണിക്കൂർ വെച്ചിട്ടുണ്ട്. 8 മണിക്കൂറിന് ശേഷം എടുത്തതാണ് കേട്ടോ. കറക്റ്റ് ഐസ്ക്രീമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടത്. ഇങ്ങനെ എടുത്ത് മാറ്റി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാംഗോ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ 2 ചേരുവകൾ എപ്പോഴും നമ്മുടെ വീട്ടിലെ സംഭവങ്ങളാണ്. അപ്പോൾ പെട്ടെന്ന് കുട്ടികളൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ആ ഒരു ഫ്രീസറിൽ വെച്ച് സെറ്റ് ആവുന്ന ഒരു ടൈമേ എടുക്കുന്നുള്ളൂ. അത് ഉണ്ടാക്കാൻ ഈസിയാണ്, ആ സെറ്റ് ആവുന്ന ഒരു ടൈമേ എടുക്കുള്ളൂ. എന്നാലും നമുക്ക് കടയിൽ നിന്ന് വാങ്ങി കഴിക്കാനായിട്ട് എത്രയും ബെറ്റർ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള മാംഗോ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.